എനിക്കിട്ട് വിളിക്കാണ്ട് വരുന്ന വിശിഷ്ട വ്യക്തികൾക്കിട്ട് വിളിക്കുന്നത് അതഞ്ചിനുള്ളിൽ നീയാണ്, അഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണട ചള്ളിയാണ്, കണ്ണട ചള്ളിയ ഫാത്തിമ ഫാത്തിമ. ഫാത്തിമ രത്നമ്മ, രത്നമ്മ വിളിച്ചു മതി. പ്രിയമുള്ളവരെ, പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരുക്കുന്ന മതസൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനമാണ് വേദി നടക്കാനായിട്ട് പോകുന്നത്. ഈ വേദിയെ പുറകച്ചാത്താൻ ഇന്നലെ ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഏതാനും നിമിഷങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും. അതിനു മുമ്പായി പ്രത്യേക റിപ്പോർട്ട്. ഈ സാംസ്കാരിക ചടങ്ങിന് ശേഷം ഇവിടുത്തെ കൊച്ചുകുട്ടികൾ അവതരിപ്പിക്കുന്ന കലാമത്സരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ദയവ് ചെയ്ത് മേക്കപ്പ് റൂമിൽ കുട്ടികളുടെ അമ്മമാർ മത്സരിച്ച് മേക്കപ്പ് ഇടാതെ മത്സരിക്കാനുള്ള കുട്ടികളെ മേക്കപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു അഭ്യർത്ഥന മാത്രമാണ്. പ്രിയമുള്ളവരെ, സാംസ്കാരിക ചടങ്ങ് ആരംഭിക്കുക. അതിനായി വിശിഷ്ട വ്യക്തികൾ ഓരോരുത്തരും എതിരികെ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു, ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സാംസ്കാരിക ചടങ്ങിനായി ഓരോ വ്യക്തികളും മൊത്തം എന്റെ പൊന്നു ചേട്ട പരിപാടി അലമ്പാക്കണ്ട. വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പരിപാടി അലമ്പാക്കേണ്ടത് ഇറങ്ങിപ്പോ പ്ലീസ്. ഇറങ്ങിപ്പോ എല്ലാ സ്ഥലത്തും ഇതേമാതിരിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുടിയന്മാരൊക്കെ വന്ന് എന്റെ ചേട്ട ഒന്ന് പോ പ്ലീസ്. അലമ്പാക്കല്ലേ, പരിപാടി നിർത്തുന്നല്ല. ഈ പരിപാടി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടന്ന് പോയോടുന്ന് ഒരു സാംസ്കാരിക ചടങ്ങ് എടുക്കുന്നത്. ചേട്ടന്ന് പോയി മുണ്ടഴിഞ്ഞു പോയി. ഇത് നല്ല നല്ല ചേച്ചിമാര്, കൊച്ചു കൊച്ചു പെൺപിള്ളേരൊക്കെ ഉള്ളതാണ്. നാണക്കേടുണ്ടാക്കല്ല പ്ലീസ്. അലമ്പാക്കല്ല പ്ലീസ്. ഇങ്ങോട്ട് വരണ ചേട്ടാ, പരിപാടി അലമ്പാക്ക. അതുകൊണ്ടാണ് പ്രശ്നമാക്കോ കുഴപ്പമുണ്ടാവും, എനിക്കറിയില്ല. എന്തായാലും ചേട്ടാ അത് ആകെ പ്രശ്നമാക്ക. ചേട്ടാ അപ്പുറത്ത് വഴി കൂടെ പോയിക്കാം. ഇങ്ങോട്ട് കയറണ എന്തുണ്ടാവും ദൈവത്തിന് അറിയാം. നോക്കാം. ചേട്ടാ എന്നാ മുണ്ടൊന്നും എടുക്ക് പ്ലീസ്. മുണ്ടെടുക്ക്. ആകെ ശബ്ദ കോലാഹലമാണ് ഇവിടെ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുണ്ടെടുക്ക്. പ്രശ്നമാണെങ്കിൽ പ്ലീസ്. ചേട്ടാ പാന്റ് ഇടുന്ന പോലെ മുണ്ടുടുക്ക്. ഉടുക്കുമുണ്ട് ഉടുക്ക്. മറന്നുപോയാ ദൈവത്തോർത്തൊന്ന് പെടുത്തല്ല പ്ലീസ്. എന്റെ പൊന്നി ചേട്ടാ പ്ലീസ്. മുണ്ടെടുക്ക്. ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല പ്ലീസ്. എന്നിട്ട് കാണിക്കാം. മുണ്ടെടുത്താകണേ. അത് ശരി, ഇങ്ങനെ മുണ്ടെടുക്കണേ. അതെ, താനാരോ ഞാൻ കമ്മിറ്റി ആണെങ്കിൽ ഞാൻ പൂക്കുറ്റിയാ. എന്താ ചേട്ടാ അവിടെ ഒച്ചപ്പാടും ബഹളം ആൾക്കൂട്ടൊക്കെയാണ്? എന്താ അവിടെ പ്രശ്നം? അത് കുഴപ്പമൊന്നുമില്ലടാ. എന്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തെ പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവില്ലേ, തൊട്ടപ്പുറത്ത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവ്, അവിടെ ആരോ ഒളിഞ്ഞു നോക്കിയെന്നോ മൊബൈലിൽ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ അവർക്ക് ആളെ മനസ്സിലായിട്ടില്ല. അല്ല ചേട്ടൻ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്തിനാ? നീയെ സമ്മതിച്ചു കൊടുക്കണ്ടാ. അല്ല അവരെങ്ങാനും ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ? ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. ചേട്ടാ പരിപാടി അലമ്പാക്കാണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയല്ല ചേട്ടാ. ചേട്ടൻ ഇങ്ങനെ കുടിച്ച് കിടന്നാൽ മതി, പണിക്കൊന്നും പോവാണ്ട്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഈ കേരളത്തിൽ ജനിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു കുടിയനായി. കേരളത്തിൽ ജനിച്ചോണ്ട് കുടിയനായി മനസ്സിലായില്ല. എടാ ഞാൻ വല്ല ബംഗാളിലേക്ക് ജനിക്കുന്നതെങ്കിൽ ജനിക്കാണെങ്കിൽ ഈ കേരളത്തിലേക്ക് വല്ല കൂലിപ്പണിക്ക് വന്നിട്ട് ബാബുന്റെ റൂം എടുത്ത് കൂടിയാൽ മതിയായിരുന്നു. ഞാൻ ഈ പരിപാടി അലമ്പാക്കേണ്ടവർക്ക് ഒരു സാംസ്കാരിക ചടങ്ങ് എടുക്കുന്നൊരു വേദിയില് ശവസംസ്കാര ചടങ്ങല്ല, സാംസ്കാരിക ചടങ്ങ്. ഇവിടെ കലാകാരന്മാര് പ്രഗത്ഭ വ്യക്തി മാത്രം വേദി നിൽക്കാൻ പാടുള്ളൂ. പിന്നെന്താണോ പൊന്നാരക്കട്ട ഇവിടെ നിൽക്കണേ? ഞാൻ കമ്മിറ്റിക്കാരൻ മാത്രമല്ല, ഈ ഗാനമേളയിലെ ഓർക്കസ്ട്രക്കാരും കൂടിയാ. കേട്ടില്ലേ, ഗാനമേളക്കാര് ഓട്ടോറിക്ഷ കൊണ്ടുവന്നവരാണ്. ഞാൻ ഈ പരിപാടി അലമ്പാക്കേണ്ടത് ഇറങ്ങിപ്പോയത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം അപ്പുറത്തെ പള്ളിയിൽ ഒരു ഗാനമേളക്ക്, തൊട്ടപ്പുറത്തെ പള്ളിയിൽ ഗാനമേളയ്ക്ക് വന്നിരുന്നു. മനസ്സിലായി? എന്റെ കാലിലെ ചെരുപ്പ് ഉണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അന്ന് ഈ കാലിൽ ചെരുപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് ആ കാലിലല്ലായിരുന്നു ആ ചെരുപ്പ്. പിന്നെ അന്ന് ഈ കാലിലെ എന്താ ഗാനമേളയ്ക്ക് കുഴപ്പം? നല്ല ടോപ്പ് ഗാനമേള. ടോപ്പ്
ഗാനമേളല്ലേ? എന്താ ഗാനമേളയ്ക്ക് കുഴപ്പം? ഏടാ അന്ന് നിങ്ങളവിടെ പാടിയ പാട്ടുകളൊക്കെ പഴയ പാട്ട് ട്യൂണുമാക്കി പുതിയതാക്കി പാടിയതാ. ഏത് പാട്ട് ട്യൂൺ മാറ്റി പാടുന്ന ചേട്ടൻ പറയണേ? നിങ്ങൾ അവിടെ പാടിയ പാട്ടുകളൊക്കെ പഴയ പാട്ട് ട്യൂണുമാക്കി പുതിയതാക്കി പാടിയതാ. അങ്ങനെയാണെങ്കിൽ അവിടെ പാടിയ പാട്ടുകളൊക്കെ പാടാം. ചേട്ടന് തെളിയിക്കാൻ പറ്റി തെളിയിക്ക്. ഞാൻ തെളിയിക്കാം. ഏറ്റവും അങ്ങനെ വിനീത് ശ്രീനിവാസന്റെ ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് പാടിയ. നീ പാട്. അത് തെളിയിക്കട്ടാ. പാട്. മനസ്സേ മനസ്സേ നീ ഒന്ന് പാടൂ, മനസ്സേ മായ മറയത്ത ദൂരെ ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനേ. ഇതല്ലടോ രീതി. അന്ന് വെടിക്കെടുത്ത സിനിമയിലെ അടിപൊളി പാട്ടുണ്ടായിരുന്നു. ഇന്ദിരവം പോലെ അഴകുള്ളോള, ഇന്ദ്രധനസ് പിറന്നവള, കുന്തിരത്തിൽ മണമുള്ളോള, ചെഞ്ചുണ്ടിരിയും കരിക്കുമ്പോള് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്തേ എന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരുതല്ലടോ രീതി. ജയസൂര്യൻ നവ്യനാമോട് ചോദിച്ചൊരു പാട്ടുണ്ട്. അവരെന്താ തെളിയിക്കാൻ പറ്റി തെളിയിക്കട്ടാ. തെളിയിക്കണം. കൊമ്മളവള്ളി നല്ല താമരയള്ളി, കട്ടുറുമ്പിന് കൂട്ടിരിക്കണ പെണ്ണാണു നീ. നാരായണം ഭജേ നാരായണം, ലക്ഷ്മി നാരായണം ഭജേ നാരായണം. ഇതല്ലടോ രീതി. ഇതൊക്കെ മനസ്സിലാവണല്ലേ? ചേട്ടന് കുറച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. മനസ്സിലായില്ല. കുറച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണമെന്ന്. ഞാൻ ഈ പറഞ്ഞതിൽ ആദ്യത്തെ തിരി കുറവാണെങ്കിലും രണ്ടാമത്തെ നല്ല കൂടുതൽ. എന്ത് സ്പിരിറ്റ്? അതൊന്നും മനസ്സിലായി. തീപ്പെട്ടി ഒന്ന് അടുത്ത കൂടെ പോയി കത്തി പടർന്ന് പിടിക്കൂട്ട. അല്ല താൻ എന്ത് ഉദ്ദേശിക്കണേ? ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ലോർഡ്സിൽ ക്രിക്കറ്റ് കളി ജയിച്ചപ്പോ ഇന്ത്യ ക്യാപ്റ്റൻ ഗാംഗുലി ജയ്സിംഗിനെ അതുപോലെ തന്നെ 2020 ക്രിക്കറ്റ് കളി ജയിച്ചപ്പോ ഇന്ത്യ ക്യാപ്റ്റൻ ധോണി ജയ്സിംഗിനെ അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അല്ല നമ്മുടെ മറ്റവൾക്ക് ഇതില്ലേ? ആർക്ക്? സാനിയ മിർസയ്ക്ക്. എന്തില്ലെന്ന്? അവളെ എത്ര കളി വെച്ച് ഇതുവരെ ജയിച്ചു ഉടനെ ഞാൻ കണ്ടിട്ടില്ല. ഇതാണല്ലോ കയ്യിലിരിപ്പ്. ചേട്ടൻ ഇറങ്ങി പോയ അല്ല ചേട്ടാ, ചേട്ടൻ സത്യക്രിസ്ത്യാനല്ലേ? സത്യക്രിസ്ത്യാനിയാണ്. സത്യക്രിസ്ത്യാനി ഇങ്ങനെ കുടിച്ചേർക്കാൻ പാടില്ല. എടാ നല്ലൊരു സത്യക്രിസ്ത്യാനി തികഞ്ഞൊരു കുടിയനായിരിക്കും. എന്ത് വർത്താനം ചേട്ടൻ പറഞ്ഞു? ഇവിടെ ഭൂരിഭാഗം ആൾക്കാർ ഇതേ ക്രിസ്ത്യാനികളോട് അത് കയറി വന്നത് അല്ലോട്ട് വർഗീയത പറയരുത്. വർഗീയതല്ലടാ, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ലേ മദ്യം ഇറക്കണേ. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മദ്യം ഇറക്കുന്ന മനസ്സിലായില്ല. എടാ ഇറങ്ങുന്ന മദ്യത്തിന്റെ മുഴുവൻ പേര് ഞങ്ങളുടെ പേരാ, ക്രിസ്ത്യൻ പേരാ. ഇറങ്ങുന്ന മദ്യത്തിന്റെ മുഴുവൻ പേര് ക്രിസ്ത്യൻ പേരാ. ഒന്ന് പറഞ്ഞ കേക്കട്ടെ. അനബി, ജോഹർ, കിങ് ജോർജ്, സീസർ, ക്രിസ്ത്യൻ പ്രദേശ്. അപ്പൊ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒന്നില്ലേ? ഹിന്ദുക്കൾക്ക് ഒരു കല്യാണി പേരുണ്ടായിരുന്നു, അത് നിർത്തലാക്കിയില്ലേ? മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ജിന്നുണ്ട്, അതിപ്പോ ഇല്ലല്ലോ. ചേട്ടൻ ഇങ്ങനെ കുടിച്ചിറക്കാണെങ്കിലോ ചേട്ടൻ ഓർമ്മശക്തി നശിച്ചുകൊള്ളുട്ടോ. ആര് പറഞ്ഞു എന്റെ ഓർമ്മ ചോദിക്കുന്നത്? എടാ എന്റെ വീട്ടുകാരും ഭാര്യ വീട്ടുകാരും എന്നെ വിളിക്കുന്ന പേരെന്താ? ബ്രില്യന്റ് അർപ്പായി. ബ്രില്യന്റ് അർപ്പായിട്ടുണ്ട്. എന്നാ ചേട്ടൻ ഓർമ്മശക്തി ടെസ്റ്റ് ചെയ്യട്ടെ. വെള്ളത്തിൽ വിരിക്കുന്ന പൂവ് ഷാംപൂ. അപ്പൊ വെള്ളത്തിൽ കിടക്കുന്ന എലിയ ഷക്കീല. പ്രസവിക്കാതെ മുട്ടയിടാത്തമായ ജീവി എന്റെ ഭാര്യയുടെ അനിയത്തി. അതെന്ത്? 25 വർഷം കല്യാണം കഴിച്ചത് പ്രസവിച്ചുള്ള ഓട്ടോട്ട് ഇടൂല. ചേട്ടാ കണ്ണ് കാണാത്തവൻ അന്തും നിൽക്കും, സംസാരിക്കാത്തവൻ മൂകം നിൽക്കും, എന്നാൽ ചെവി കേൾക്കാത്തവന് നമുക്ക് എന്ത് വിളിക്കാം? ചെവി കേൾക്കുന്നവരെ എന്തും വിളിക്കാം. അതെന്ത്? അവര് ചെവി കേൾക്കില്ലല്ലോ, എന്ത് പണ്ടാരും വിളിക്കാൻ അവരും ചെയ്യില്ല. ചേട്ടാ ഈ വിനാശകാരികളായ കൊടുങ്കാറ്റുകൾക്കൊക്കെ പെണ്ണുങ്ങളുടെ പേരുള്ള കാരണം എന്താ? മനസ്സിലായില്ല. റീത്ത, മരിയ, കത്രീന, ഇതൊക്കെ വിനാശകാരികളായ കൊടുങ്കാറ്റുക. ഈ കൊടുങ്കാറ്റുകൾക്ക് മൊത്തം പെണ്ണുങ്ങളുടെ പേരാ എന്താ കാരണം? അത് പെണ്ണുങ്ങളും കൊടുങ്കാറ്റും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. എന്ത് ബന്ധം? ഇത് രണ്ടും നമ്മുടെ ജീവിതത്തേക്ക് വന്നാൽ നമ്മളെയും കൊണ്ട് അങ്ങ് പോകും. ചേട്ടാ കല്യാണം കഴിഞ്ഞാണ്? എന്താ കാര്യം? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? ഈ വരുന്ന കുംഭത്തിലേക്ക് 30 വർഷം. കുംഭത്തിലായിരുന്നു കല്യാണം? കുംഭത്തിലല്ല, ഈ ചാലക്കുടി ഓടിച്ചോടത്തിലായിരുന്നു. ചേട്ടാ അവസാനമായിട്ട് ചേട്ടൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ എന്നെ കൊല്ലാൻ കൊണ്ടോ അവസാനമായിട്ട് ചോദ്യം ചോദിക്കട്ടെ. ചേട്ടാ യാദൃച്ഛികമായി ചേട്ടന്റെ ഭാര്യ, ചേട്ടന്റെ ഭാര്യനെ ഇഷ്ടമുള്ളല്ലേ? ഇതാണ് ചോദ്യം. ഭാര്യനെ ഇഷ്ടമുള്ളല്ലേ? ഇഷ്ടമാണ്. യാദൃച്ഛികമായി ചേട്ടന്റെ ഭാര്യ മരിക്കുകയാണെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും? ഞാനും മരിക്കും. പ്രിയമുള്ളത് നല്ലൊരു കയ്യടി ഇതൊന്നല്ല. അദ്ദേഹം കൊലപ്പറ്റായി അടിച്ച് വാള് വെച്ച് നടന്നാലും ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ലൊരു കയ്യടി. ഭർത്താക്കന്മാര് നല്ലൊരു കയ്യടി കൊടുത്തേ, അടിപൊളി കയ്യടി. ചേച്ചിമാരും കൊടുത്ത് നല്ല കയ്യടിയില്ലേ? അപ്പൊ ചേട്ടനും ഭാര്യനെ ആത്മാർത്ഥം ഇഷ്ടമാണ്, സ്നേഹമാണ്, ഒക്കെയാണല്ലേ? ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും തന്നെ പൊന്നുപോലെ. പിന്നെ അമിതമായി സന്തോഷിച്ചു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ആണല്ലോ കയ്യടി. പരിപാടി അലമ്പാക്കാണ്ടൊന്ന് പോയേ. ഇവിടെ ഉപദേശമൊക്കെ വരുന്ന വേദിയാണിത്. അയാൾ വരുന്നുണ്ടോ? അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഹല്ലേലൂയ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഹല്ലേലൂയ. എന്റെ പൊന്നുപദേശി, ഇത്തരത്തിലൊരു വേദിയിൽ വന്ന് ഇത്തരത്തിലൊരു പാട്ടാണോ പാടുന്നത്? ചുക്കുപൊക്ക് റൈലേ കലക്കട് പാടുന്ന സ്റ്റൈലേ. ആ രീതിയിൽ ഒന്ന് പഠിക്കേ.
ചിക്ക് പക്ക് റൈലേ കലക്ക് സ്റ്റൈലേ സിക്ക് പാറു മയിലേ ഹല്ലേലൂയ ചിക്ക് പക്ക് റൈലേ കലക്ക് സ്റ്റൈലേ സിക്ക് പാറു മയിലേ ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് ഉപദേശിച്ചു. എന്റെ കൽവിലെ വെണ്ണിലാമെന്ന് പറഞ്ഞ കാണുള്ളൂ, അത് ആലപിച്ചേ. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ ഹല്ലേലൂയ. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ ഹല്ലേലൂയ. എന്റെ പൊന്നുപദേശി, ഈ ചാലക്കുടി വന്ന് ഇപ്പത്തരത്തിലൊരു പാട്ടാണോ പാടുന്നത്? എന്റെ മണിച്ചേട്ടന് വേണ്ടി ഒരു പാട്ട് പാടുക. വടക്കോട്ട് പോകുമ്പോ മാവുമ്പോ മാങ്ങ തൂശിമ തൂന്താരോ ഹല്ലേലൂയ. വടക്കോട്ട് പോകുമ്പോ മാവുമ്പോ മാങ്ങ തൂശിമ തൂന്താരോ ഹല്ലേലൂയ. എടാ ഉപദേശം തല്ലാണ് ചെയ്യണേ. അയാൾ ഞാൻ ചവിട്ടി മെതിക്കും, തല്ല് മാത്രമല്ല. ഞാൻ ഈ പരിപാടി അണപ്പാക്കണം ഇറങ്ങിപ്പോണോ? താനെന്നാ പിന്നെ തനിക്കറിയാമോ എന്റെ സമൂഹത്തോളം നിലയും വില എന്ത് വിലയാ? 25 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട്. അതാണോ വില? അതല്ല വില. 25 വർഷമായിട്ട് ഞാൻ അമേരിക്കയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ച് ജീവിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ. എന്റെ മൂത്തവൻ ഡോക്ടറാ, രണ്ടാമത്തവൻ എഞ്ചിനീയറാ, മൂന്നാമത്തവൻ വക്കീലാ. എന്റെ അടുത്ത കളി. എന്റെ പൊന്നുമോനെ, ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ടുണ്ട് തന്നെ. എന്റെ മൂത്തവൻ ഡോക്ടറാ, രണ്ടാമത്തവൻ എഞ്ചിനീയറാ, മൂന്നാമത്തവൻ വക്കീലാ. ഇത് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സംഭവിച്ചത് എങ്ങനെ? ഇത് 25 വർഷം എവിടെയായിരുന്നു? ഞാനങ്ങ് അമേരിക്കയില്. താനോ? ഞാൻ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായ എന്ത്? 25 വർഷം അമേരിക്ക പോയി കിടന്ന ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കുമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഹല്ലേലൂയ.